ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതീവ രുചികരമായ ഒരു നാടൻ ഒഴിച്ചുകറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പം 3-4 ദിവസം കേടാകാതെ ഇരിക്കുന്ന ഈ കറി ചേന വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു 1/2 കിലോ ചേന ഞാൻ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതുപോലെ നീളത്തിലരിഞ്ഞ് ചതുര കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ചേന നന്നായിട്ട് പെട്ടെന്ന് വേകുന്ന ആയതുകൊണ്ട് നമുക്ക് ചട്ടിയിൽ തന്നെ ഇത് വേവിക്കാൻ. നന്നായിട്ട് ഒന്നുകൂടെ കഷ്ണങ്ങൾ കഴുകി നികക്കെ വെള്ളം ഒഴിച്ച് ചട്ടിയിൽ നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിക്കാം. അല്പം മഞ്ഞൾപ്പൊടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് വേവിക്കാം. അതവിടെ ഇരുന്ന് വേകട്ടെ. നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. പാനിലേക്ക് നമുക്കൊരു 1-2 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽ മുളകാണ് ചേർക്കുന്നത്. ഞാനിവിടെ പിരിയൻ മുളകാണ് ചേർത്തിരിക്കുന്നത്. ഇനി അല്ല സാദാ മുളക് വേണമെങ്കിലും ചേർക്കാം. പിരിയൻ മുളകാകുമ്പോൾ നല്ലൊരു കളറും കൊഴുപ്പും കിട്ടും. ഒരു 8-9 പിരിയൻ മുളക് എടുത്തിട്ടുണ്ട്. അതോട് ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു 1/2 ചെറിയ മുറി തേങ്ങ ചുരുണ്ടിയതോട് ചേർത്ത് നന്നായിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. തുടരെ ഇളക്കി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് ചെറുതായിട്ട് ചുരുണ്ടിയെടുത്തതാണ്, ഒട്ടും തേങ്ങ പൂളൊന്നും ഇല്ലാതെ. ഈ സമയം ചേന വേകുന്നുണ്ടോ എന്ന് നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കണം. ചേന കഷ്ണങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വേകാനുണ്ട്. അപ്പോൾ പാനിൽ നമുക്കൊരു 4-5 ചെറിയ വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർക്കാം. അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ ഒരു നല്ല ബ്രൗൺ കളറിൽ വരണം. അപ്പോഴാണ് കറിക്ക് നല്ല രുചിയും നല്ല നിറവും മണവും ഒക്കെ ആകുന്നത്. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, അതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് കുതിരുന്നതിനായിട്ട് വയ്ക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറാനായിട്ട് നമുക്ക് വാങ്ങി വെക്കാം. അതേ പാനിൽ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് കരിഞ്ഞു പോകും. ഞാനിത് മിക്സിയുടെ ബൗളിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ പുളി പിഴിഞ്ഞ വെള്ളം കുറേശ്ശെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, ഒട്ടും തരിയില്ലാതെ. മിക്സിയുടെ ചെറിയ ബൗളിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ചേന കഷ്ണങ്ങളിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി, ഇപ്പോൾ ചട്ടിയിൽ തന്നെ തയ്യാറാക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ അരച്ചെടുത്ത അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനെടുത്ത പുളിവെള്ളം ഒരു കുറച്ചുകൂടെ ഒന്ന് ബാക്കിയുണ്ടായിരുന്നു. ആ പുളിവെള്ളവും കൂടെ നമുക്ക് മിക്സിയുടെ ബൗളിലേക്ക് ചേർത്ത് അതുകൂടെ ഒന്ന് മുഴുവനായിട്ട് അരപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ട് അരപ്പൊന്ന് തിളയ്ക്കണം. ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അല്പം വെള്ളവും കൂടെ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇത് വാങ്ങി വെച്ച് കഴിയുമ്പം ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുകും. ഇനി പാന അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിച്ച് കടുക് താളിച്ചതോടെ ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് താളിച്ച് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അല്പസമയം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കറി നമുക്ക് വിളമ്പാം. അപ്പം നല്ല ചൂട് കുത്തരിച്ചോറിൻ്റെ കൂടെ ഈ ഒരു വറുത്തരച്ച ചേന കറി ഉണ്ടെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. നല്ല സ്വാദാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.